പെണ്ണിന് ഏറ്റവും വലുത് ശരീരമാണ്. പാണിനോ? എടാ നിനക്കറിഞ്ഞൂടെ ആണിന് എന്തോ ഏറ്റവും വലുതെന്ന്? പട്ടിയെ പോലെ പിന്നെ നടന്നിട്ടു ഒരു പട്ടിയുടെ വില പോലും തന്നില്ല. ആർക്കെങ്കിലും ഒന്ന് ഡൂറ്റടിക്കാൻ പറ്റിയ ഡൂറ്റടിക്കാം. ഇത് മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ എല്ലാവരെയും കാണുകയും നിങ്ങളുടെ പ്രകടനത്തിൽ അവര് ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളുടെ ഞാനൊന്ന് സംസാരിക്കട്ടെ. നല്ല എളുപ്പാ, പക്ഷെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? വിട്ട് കളയണം. ஏன் கொடி பறக்க வேண்டிய இடத்துல வேற எவன் கொடிடா பறக்கும்? അപ്പം നമുക്ക് റീച്ച് ആവാൻ, യൂട്യൂബിൽ റീച്ച് ആവാൻ മെയിനായിട്ട് വേണ്ടുന്ന സാധനം ഒരു ഹെഡ്സെറ്റ്, തൊപ്പിയും തേടാൻ മനുഷ്യ, ഒരു തൊപ്പി, പിന്നെ ഒരു വൈറ്റ് കണ്ണാടി. ഈ കണ്ണാടിയുടെ ഗ്ലാസ് ഞാൻ ഊരി കളഞ്ഞു, ഇത് റയറാ. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് അമ്പലേട്ടാ ഇരിക്കുണ്ടായിരുന്നു ലൈൻ സരികമണി അങ്ങനെ തേച്ചിട്ട് പോയി. ഇല്ലടാ കരയല്ല വെച്ചേക്കുന്ന 50 രൂപയുടെ ഹെഡ്സെറ്റ് ആണോ വെച്ചേക്കുന്നത്? ഓ മൈ ഗോഡ്, 50 രൂപയുടെ ഹെഡ്സെറ്റോ? 50 രൂപയുടെ ഹെഡ്സെറ്റ് എവിടെ കിട്ടും? ഇത് എനിക്കറിയാൻ പറ്റത്തോട്ട് പോയി. 50 രൂപയുടെ ഹെഡ്സെറ്റ് കൊള്ളാം, പൊളി സാധനം. അടുത്ത വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോ ഇന്നൊരു ക്രാവ്. എടാ പോടാ, നിർത്തി പോടാ. എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. എന്ത് തുറന്നാലും നീയാണല്ലാടാ. ഒരു ചെറിയ പെൺകുട്ടികളെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പ്രണയിക്കാം. നിങ്ങൾ പൊളിക്ക്. ഞാൻ നിന്നോട് ഇതുവരെയും തെറി വർത്താനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നീ ചിലപ്പോ കേക്കേണ്ടി വരും. മലയാളം വായിക്കാൻ അറിയില്ലേ? കുറച്ചേ അറിയത്തുള്ളൂ. അന്ന് കേക്കട്ടെ. അവിടെ വേറെ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഞാൻ പല പല സ്കൂളും മാറി മാറിയാ പഠിച്ചത്. പഠിത്തത്തിന്റെ കാര്യത്തിൽ പുറമോട്ടായിരുന്നു. അപ്പൊ ഒന്നും അറിയത്തില്ല. ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? കയ്യിലോട്ട് ക്യാഷും ഇല്ല, നേരാവണ്ണം അറിയാവുന്ന ഒരു പണിയുമില്ല. പിന്നെ നിന്നെ ട്രോളിയിട്ടാണ് അവർക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വല്ല ഏണിങ്സും കിട്ടി വല്ലതും ഞം തിന്നാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർ ട്രോളട്ടടോ. പിന്നെ ഒരു വീഡിയോ പോലും അഭിനയിച്ചു കാണിക്കാൻ ഉറപ്പില്ലാത്ത ആൾക്കാരാണ് നിന്നെ ട്രോളാൻ നിൽക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പം നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരിപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ട്രോള് കണ്ടിട്ട് നിന്നെ ട്രോളാൻ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് എതിരെ പറയുന്നുണ്ടാവും. അവർ ജസ്റ്റ് ഒന്ന് നീ മാറ്റി നിർത്തിയാൽ മാത്രം മതി. കാണുന്ന എല്ലാ പട്ടികളെയും കയ്യിലേറെ നിന്ന് കഴിഞ്ഞാൽ അതിനെ ടൈം ഉണ്ടാവുള്ളൂ. ഈ പൊളിക്ക് ബ്രോ, ഫുൾ സപ്പോർട്ട്. എടാ പോടാ, നിർത്തി പോടാ. എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. ഇന്നലെ ഒരു ഓൺ വോയിസ് വീഡിയോ ഇടേണ്ടി വന്നു. അതിൻ്റെ പുറകെ വന്നാണ്. അതിന് ട്രോളൊക്കെ വന്നു. പക്ഷേ ട്രോളൊക്കെ ഒന്നും കുഴപ്പമില്ല ചേട്ടാ. പക്ഷേ സ്ത്രീകളെ കുറച്ച് റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ട്രോളാണ്. ഫൺ ടൈപ്പ് ഇസ് ഓക്കെ, നമുക്ക് കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ രസമുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഓവറായി പോയി. എനിവേ, സ്ത്രീകളെ കുറച്ച് റെസ്പെക്ട് ചെയ്ത് ട്രോൾ ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും ഫുക്രു വരാണ്. അർജുന് എല്ലാവർക്കും അറിയുമല്ലോ. അർജുന് ടോപ്പില് പോകുന്നുണ്ടായിനിപ്പോൾ. നല്ല എല്ലാവരും ട്രോളിക്കൊണ്ടും നല്ല അടിപൊളിയിൽ പോകുന്നുണ്ടായി. അതിൻ്റെ അടുക്കുന്ന ഒരുത്തം വന്നില്ലേ, മറ്റെന്ത് കുർലാമാമ, പൂത്തുമ്പി കുർലാമാമ വന്നില്ലേ, ഫുക്കുറു. എന്ത് ഈ ഫുക്കുറല്ല എന്തിനല്ല അർജുന ട്രോളാൻ ആയിനോന്. അതും അബ്ബാസിനെ അങ്ക ബാത്റൂമിൽ എന്നിട്ട് ട്രോൾ ചെയ്ത് കിട്ടിയില്ലേ? ചിരിക്കണ്ടേ? സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ. അങ്ങനെ അർജുനെ എന്തിനോന് ട്രോൾ ചെയ്യല്ലെങ്കിൽ